ഒന്നുമില്ല പടത്തിൽ. കാരണം വെടിവെക്കുന്നു, മരിക്കുന്നു, എണീറ്റ് വരുന്നു, വെടിവെക്കുന്നു, മരിക്കുന്നു, എണീറ്റ് വരുന്നു, ഇത്രയേ ഉള്ളൂ. പടത്തിൽ വേറെ ഒന്നുമില്ല. പക്ഷേ കണ്ടിരിക്കാം. മുമ്പ് മറ്റേ ടൈഗർ 3നെ കാട്ടിയൊക്കെ 100 ഇരട്ടി ഭേദം. ശരിക്കും ഒരു വീഡിയോ ഗെയിം കാണുന്ന പോലെ എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 മണിക്കൂറിന് കണ്ടിരുന്നതാണ് ഏറ്റവും വലിയ വാറെന്ന് പറയുന്നത്. ലോജിക്കിനകത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമകളൊക്കെ കാണില്ലേ, അതേപോലെ ഓവറായിട്ട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. തലവേദന ഒടിച്ച പടമായിരുന്നു ബ്രോ. ഭയങ്കര ശോകമായിരുന്നു. ഫസ്റ്റിന്റെ അടുത്തൊന്നും വന്നിട്ടില്ല ആ പടം. ഇനിയിപ്പം ബാക്കി ഇതിന്റെ യൂണിവേഴ്സിൽ ഇനി വല്ലത് ഏതെങ്കിലും നല്ലത് വന്നാൽ വന്ന് VFX ഒക്കെ എങ്ങനെയുണ്ട്? ശോകം, കട്ട ശോകം എന്ന് പറഞ്ഞാൽ ആദ്യം തുറക്കാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും ഒരു നല്ലതായിരിക്കും. പക്ഷെ ഇല്ല. ഫസ്റ്റിൽ ആ കഥയുടെ അടുത്ത് പോലും വന്നിട്ടില്ല. നമുക്കൊരു ഇമോഷണലി കണക്ട് ഉണ്ട്. എക്സാക്ട്ലി. അവരുടെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും വേസ്റ്റ് പടം ബ്രോ. നമ്മൾ കൊടുത്ത പൈസക്ക് ഒന്നുമില്ല. നമ്മളൊക്കെ ഇറങ്ങി പോയാൽ മതി എന്നായിരുന്നു. ശരി, കുഴപ്പമില്ലായിരുന്നു. എന്തായിരുന്നു മുമ്പത്തെ എന്തായിരുന്നു മറ്റേ YRS സ്പൈ യൂണിവേഴ്സിന്റെ പടങ്ങളെ കാട്ടി ഇച്ചിരി കൂടെ ഭേദമാണ്. മരത്തിക്കും കൊള്ളായിരുന്നു. അവിടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീക്വൻസസ് ആയിരുന്നു ഈ പടത്തിൽ ഏറ്റവും നല്ല കാര്യം. അത് കാണാൻ വേണ്ടി മാത്രമാണ് തിയേറ്ററിൽ. ഫൈറ്റ് സീക്വൻസ് എല്ലാം പക്കായിരുന്നു. വിഷ്വൽ എഫക്ട്സ് ഒക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ കണ്ടിരിക്കാം. മുമ്പ് മറ്റേ ടൈഗർ 3നെ കാട്ടിയൊക്കെ 100 ഇരട്ടി ഭേദം. കണ്ടിരിക്കാം. നല്ല പടമാണ്. കുഴപ്പമില്ല. ഞാൻ ഒരു ലോയൽറ്റി ഋത്തിക് കാണുവാണ് വന്നത്. പക്ഷേ അവാർഡ് 1ന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. കുറച്ച് നമ്മളെ NTR ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ ശരിക്കും ഒരു തെലുങ്ക് സിനിമ കാണുമ്പോൾ ഒരു നായകനെ ഭയങ്കരമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കില്ല. അതേപോലെ എൻ്റെ ഒരു അതിപ്രസരമായിപ്പോയി എന്ന് പറയുമ്പോൾ. പിന്നെ ഋത്തിക് റോഷൻ സൂപ്പറായിട്ടുണ്ട്. പുള്ളിയുടെ ഫൈറ്റ് സീൻസും എല്ലാം. പിന്നെ ഈ NTRനെ കാണിക്കുമ്പോഴെല്ലാം ശരിക്കും ഒരു വീഡിയോ ഗെയിം കാണുന്ന പോലെ എന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽ എഫക്ട്സ്, അത് ശരിക്കും വിഷ്വൽ എഫക്ട്സ് ആണെന്ന് കാണുമ്പം തന്നെ അറിയാം. എൻ്റെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മാതിരി ഒരു നമ്മളെ ബാലകൃഷ്ണയുടെ ഒക്കെ സിനിമകളൊക്കെ കാണില്ലേ, അതേപോലെ ഓവറായിട്ട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. സാർ 1നേക്കാൾ ഏറ്റവും മോശമാണ് വാർ 2. അതായത് എന്തൊക്കെയോ കാണിക്കുന്നു. NTR ഒക്കെ ഫ്ലൈറ്റിൽ പറന്ന് വരുന്നു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒന്നും ഒരു എന്താ പറയുക, ഒരു വാറിന് തന്നെ ഒരു അപമാനമുള്ള രീതിയിലാണ് 2 എടുത്തിരിക്കുന്നത്. ഒട്ടും കൊള്ളത്തില്ല. ഒന്നുമില്ല. മാസ് മസാലയൊക്കെ ഇട്ടത് മാത്രമൊന്നുമില്ല. ഒന്നുമില്ല പടത്തിൽ. കാരണം വെടിവെക്കുന്നു, മരിക്കുന്നു, എണീറ്റ് വരുന്നു, വെടിവെക്കുന്നു, മരിക്കുന്നു, എണീറ്റ് വരുന്നു, ഇത്രയേ ഉള്ളൂ. പടത്തിൽ വേറെ ഒന്നുമില്ല. ബോളിവുഡിന് ഒരു മാറ്റമില്ല. നല്ല ഈ സ്പൈ യൂണിവേഴ്സിറ്റി വെച്ച് നിർത്തിയ വളരെ ഉപകാരമായിരിക്കും. കാരണം ഇത് മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ 3.5 മണിക്കൂർ സഹിച്ചില്ലേ. അതിനാണ് ഏറ്റവും വലിയ വാറ്. ജൂനിയർ NTR ആണ്ട് തെലുങ്കിൽ കത്തുമായിരുന്നു. പക്ഷേ ജൂനിയർ NTRനെ ഒരു അമീർ ഖാനെ കൊണ്ട് കൂലിയിൽ കോമാളാക്കിയ പോലെ ഇതിൽ കൊണ്ട് NTRനെ കോമാളാക്കിയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ 3 മണിക്കൂറിന് കണ്ടിരുന്നതാണ് ഏറ്റവും വലിയ വാറെന്ന് പറയുന്നത്. കുഴപ്പമില്ല. അതായത് നമ്മുടെ ഫസ്റ്റ് പാർട്ടില്ലേ, അതിൻ്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. സ്റ്റിൽ ഫസ്റ്റ് തന്നെയാണ് ബെസ്റ്റ്. പക്ഷേ കുഴപ്പമില്ല. പിന്നെ പെർഫോമൻസിൽ ഋത്തിക് റോഷൻ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഋത്തിക് അടിപൊളിയാണ്. ജൂനിയർ NTR പിന്നെ പുള്ളിയെ കൊണ്ട് പറ്റും പോലെ പിടിച്ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ലോജിക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പടം കാണുന്ന ഒരാൾ ഓവറായിട്ട് ലോജിക്കൊക്കെ പറ്റി ചിന്തിക്കുന്നവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കാണുക. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് കാണുന്നതാവും നല്ലത്, കണ്ടിട്ടില്ലാത്തവർ. കാരണം കുറച്ച് റെഫറൻസ് ഫസ്റ്റിൽ നിന്നുണ്ട്. ഇല്ലാതെ കണ്ടാലും കഥ മനസ്സിലാവും. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ ഫസ്റ്റ് കണ്ടിട്ട് കാണുന്നത്. പാർട്ട് 2 തുടക്കം മുതൽ ഇതൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പാരലൽ വേൾഡ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം മോഡിലാണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും. അല്ലാതെ എടാ ഇത് പറക്കുന്ന ഫ്ലൈറ്റിൻ്റെ മുകളിൽ അവൻ എങ്ങനെ കയറി, അവൻ്റെ പറക്കുന്ന ഫ്ലൈറ്റിൻ്റെ മുകളിൽ അത് എത്ര വേഗത്തിൽ അവൻ്റെ ഫ്ലൈറ്റിൻ്റെ മുകളിൽ കയറുന്നത് എങ്ങനെ അവർ ഫൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കരുത്. അല്ലാതെ കുറേ ഉണ്ട്. നമ്മൾ സ്പീഡ് ബോട്ട് എന്തുകൊണ്ട് മറ്റേ വെള്ളത്തിൽ നിന്ന് മാറി റേസിംഗ് ട്രാക്കിലൂടെ പോകുന്നു, ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇതൊക്കെ ഒരു വീഡിയോ ഗെയിം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡിൽ നടക്കുന്ന സംഭവങ്ങളാണ് എന്നുള്ള രീതിയിൽ കണ്ടിരുന്നു കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടും. രണ്ടുപേരും നല്ല രീതിയിൽ എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ലോജിക്ക് മാറ്റി വെച്ച് കാണണം. ലോജിക്കിനകത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതൊരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഫുൾ ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2-3 അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വന്നുകൊണ്ട് എന്നാലും മടുപ്പിക്കുന്നില്ല. തീരെ അങ്ങോട്ട് മുഷിപ്പിക്കാതെ കൊണ്ടുപോകുന്നുണ്ട്.